ഹലോ ഓൾ, എല്ലാവരും നമ്മുടെ 11th ബയോളജി എക്സാംസിന് വേണ്ടി പഠിച്ച് ഫുൾ സെറ്റായിട്ടിരിക്കുന്ന ഒരു ടൈമാണല്ലേ. അപ്പോൾ നമ്മളെ പോർഷൻസ് എല്ലാം നമ്മൾ കവർ ചെയ്തു. ബയോളജി എന്ന് എടുത്ത് പറയാൻ കാരണം ബോട്ടണിയും സുവോളജിയും നമ്മൾ കവർ ചെയ്തു. ബയോളജി എക്സാംസ് എഴുതാനായിട്ട് പോവുകയാണ്. ഒറ്റ പേപ്പറിലാണ് നമ്മൾ പരീക്ഷ എഴുതുന്നത്. എല്ലാ ധാരണയും നിങ്ങൾക്കുണ്ടല്ലേ. അപ്പോൾ നമ്മുടെ പോർഷൻസ് എല്ലാം കവർ ചെയ്തിരിക്കുന്ന ടൈമിൽ നിങ്ങളുടെ കയ്യിൽ ഫുൾ കയ്യിലെന്ന് പറയാൻ പാടില്ല, നിങ്ങളുടെ മെമ്മറിയിൽ ഫുൾ നോട്ട്സും ഫുൾ ഫാക്റ്റും ഫുൾ കൺസെപ്റ്റും ഫുൾ ക്ലാരിറ്റിയോട് കൂടി ഉണ്ടാകുന്നൊരു ടൈമാണിത്. കാരണം എക്സാമിനെ നേടാൻ പോകുന്ന എല്ലാവരുടെ മുന്നിലും ഉള്ളൊരു വലിയ പ്രശ്നം ഇതൊക്കെ ഓർത്ത് വയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ മെമ്മറിയിലേക്ക് അത് ഓർത്ത് വയ്ക്കാൻ നമുക്ക് ആകെ ഒരു ടിപ്പേ ഉള്ളൂ. അതെന്താണ്? റിവൈസ് ചെയ്യുക അല്ലേ. റിവൈസ് ചെയ്യുന്ന ടൈമിൽ എപ്പോഴും പറയുന്ന പോലെ ആദ്യം മുതൽ വീഡിയോ കണ്ട് ആദ്യം മുതൽ നോട്ട്സ് വായിച്ച് നമുക്ക് പറ്റുമോ? ഇല്ല. അപ്പോൾ എന്താ പറ്റുക? നമ്മുടെ ഷോർട്ട് നോട്ട്സ് ഉണ്ടാവും അല്ലേ. നമ്മളെപ്പോഴും പറയാറുണ്ടായിരുന്ന നമ്മുടെ ഷോർട്ട് നോട്ട്സിനെ നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം റിവൈസ് ചെയ്യുക. വിത്തിൻ എ ഡേ നിങ്ങൾക്ക് പഠിക്കുന്ന ഒരു ടൈം ടേബിൾ ഉണ്ടായിരിക്കും. ഏത് ദിവസം എത്ര ടൈമിൽ എന്ത് പഠിക്കണം. ഒരു ദിവസം ഒറ്റ സബ്ജക്റ്റ് പഠിക്കുന്ന ആരും ഉണ്ടാവരുത്. ഓക്കെ അല്ലേ? അങ്ങനെയൊന്നും ആർക്കും പഠിക്കാൻ പറ്റില്ല. രാവിലെ 4 മുതൽ വൈകുന്നേരം 8 വരെ നമ്മൾ ഇന്ന് എന്താ പഠിക്കാൻ പോകുന്നത്? ഇന്ന് ഞങ്ങൾ മാത്സ് പഠിക്കണം, മാത്സ് ഭയങ്കര പാടാണ്, അല്ലെങ്കിൽ ബയോളജി പഠിക്കുകയാണ്. അങ്ങനെ ആരും പഠിക്കുന്നില്ലല്ലോ അല്ലേ. അങ്ങനെ ആരും പഠിക്കരുത്. ഡെയിലി എന്ത് ചെയ്യുക? ഓരോ ദിവസവും പാർട്ടായിട്ട് ടോപ്പിക്സ് ഡിവൈഡ് ചെയ്താണ് എല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും അത് തന്നെ ഫോളോ ചെയ്യുക. നമ്മുടെ ടിപ്സ് എല്ലാം അതുപോലെ ഫോളോ ചെയ്യുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ബോട്ടണിയും സുവോളജിയും നമ്മുടെ പഠിച്ച് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന നിങ്ങൾക്ക് ആൾറെഡി എല്ലാം അറിയാം, വെയിറ്റേജ് ഒക്കെ നിങ്ങൾക്കറിയാം. എന്നാലും ഒരു നിങ്ങളെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്ക് എത്ര മാർക്ക് വെച്ച് ഓരോ ചാപ്റ്ററിൽ നിന്നും ചോദിക്കും. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ പലർക്കും ഇപ്പോഴും സംശയമുണ്ട്. അയ്യോ മിസ്സേ, ഈ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്കിനാണ് ഇനി ചോദിക്കുക എന്ന് ഇപ്പോഴും ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറ്റുക? ആൾറെഡി നമ്മളിത് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. എന്നാലും നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഒരു ഫൈനൽ ഒരു പ്രഡിക്ഷൻ പോലെ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ ചാപ്റ്ററിനും കൊടുക്കേണ്ട ഇമ്പോർട്ടൻസ്, ബോട്ടണിയിൽ എത്ര മാർക്ക്, സുവോളജിയിൽ എത്ര മാർക്ക്, ഓരോ ചാപ്റ്റേഴ്സിൻ്റെയും നമുക്ക് നോക്കാം. എത്ര മാർക്ക് വെച്ച് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ? ഓരോ ചാപ്റ്ററും പഠിക്കേണ്ടത്. ഓക്കെ ആണോ? ഓരോ ചാപ്റ്ററിനും ഇത്ര മാർക്ക്, ആ ചാപ്റ്റർ മാർക്ക് കൂടിയതിന് കുറേ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇൻ കേസ് നിങ്ങൾ എന്ത് ചെയ്തു, അത് കുഴപ്പമില്ല എനിക്ക് അറിയാമല്ലേ എന്ന് കരുതി ഒന്നൊന്ന് ധൃതിയിൽ പഠിച്ചവർ എന്ത് ചെയ്യുക? ഒന്ന് റിവൈസ് ചെയ്തോളുക. അങ്ങനെയുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് 2 സെഷൻസ് ഉണ്ടല്ലേ. ബോട്ടണി, സുവോളജി. മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മൊത്തത്തിൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്കറിയാം 30 60 മാർക്കിന് 1 മാർക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തുണ്ട്? നമ്മുടെ 2 മാർക്ക് ക്വസ്റ്റ്യൻസ് 9 എണ്ണം ഉണ്ടായിരിക്കും. 1 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ്, 2 മാർക്കിൻ്റെ 9 ക്വസ്റ്റ്യൻസ്, 3 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ്. പാറ്റേൺ വന്നിട്ട് എത്ര മാർക്ക് കിട്ടുന്നു നിങ്ങൾക്ക്? 30 മാർക്ക്. എല്ലാവരും പരീക്ഷ എഴുതുന്നത് ബോട്ടണി 30-നും സുവോളജി 30-നും 60 മാർക്കിനാണ്. ഒരാൾ പോലും അതിൽ കുറഞ്ഞ് മാർക്ക് മേടിക്കാനായി പരീക്ഷ എഴുതരുത്. 60 മാർക്കിനാണ് ഞാൻ പരീക്ഷ എഴുതുന്നത്. ഫുൾ മാർക്ക് കിട്ടിയാൽ മാത്രമേ നമ്മൾ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആവുന്നുള്ളൂ അല്ലേ. അപ്പോൾ നമുക്ക് ഓരോ ചാപ്റ്ററിൻ്റെയും മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ് നോക്കാം. ആദ്യം ബോട്ടണിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ഏതായിരുന്നു? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ ആണോ? ബയോളജിക്കൽ ക്ലാസിഫിക്കേഷന് ഏകദേശം 3 മുതൽ 6 മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫൈനലൈസ് ചെയ്യുന്നത്? ഉറപ്പായിട്ടും നമ്മുടെ ഇതിന് മുന്നേ വന്നിട്ടുള്ള ഒത്തിരിയും പരീക്ഷകൾ, പ്രീവിയസ് ഇയർ മോഡൽ ക്വസ്റ്റ്യൻസ്, പ്രീവിയസ് ഇയർ ഫൈനൽ എക്സാംസ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു 5-6 വർഷത്തെ ഒരുമിച്ച് നമ്മളൊന്ന് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു പാറ്റേൺ എങ്ങനെയാണ്, അവരെങ്ങനെയാണ് ഈ ഒരു പാറ്റേൺ പിന്തുടരുന്നതെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു പൂർണ്ണ ബോധ്യത്തോടു കൂടി ഓരോ ചാപ്റ്ററിനും അത്രയും വെയിറ്റേജ് കൊടുക്കുക. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 3 മുതൽ 6 മാർക്കിന് വരെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ ആണോ? ഇനി പ്ലാൻ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 2 മുതൽ 4 മാർക്ക് വരെയാണ്. അത് ചില സമയത്ത് 4 മാർക്ക് വരെ പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും മാക്സിമം ഒരു 2 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളൂ. നമ്മുടെ സുവോളജിയുടെ കണ്ടീഷൻസ് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളത് പോലെ അതിൽ നിന്നും ഏകദേശം ഒരു 2-3 മാർക്കിനാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും സുവോളജിയുടെ കാര്യം പിന്നെ പറയാൻ. നമ്മുടെ ബോട്ടണിയുടെ പ്ലാൻ കിങ്ഡത്തിൽ 2 മുതൽ 4 മാർക്ക് വരെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിന്നും സെയിം 2 മുതൽ 4 മാർക്ക് വരെയാണ്. ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെ ഒത്തിരിയും ഫീച്ചേഴ്സും അതിൻ്റെ മോർഫോളജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്നും ഏകദേശം 2 മുതൽ 4 മാർക്ക് വരെയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അനാട്ടമി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നിന്നും 2 മുതൽ 5 മാർക്ക് വരെ. അത് ചിലപ്പോൾ 2 ആവാം, അല്ലെങ്കിൽ 5 മാർക്ക് വരെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെയാണ് സെൽ ദ യൂണിറ്റ് ഓഫ് ലൈഫിൽ നിന്നും ഏകദേശം 2 മുതൽ 5 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ദെൻ സെൽ സൈക്കിൾ ആൻഡ് സെൽ ഡിവിഷനിൽ നിന്ന് 2 മുതൽ 4 മാർക്ക് വരെയാണ് ചോദ്യം വരാൻ സാധ്യത ഉണ്ടാകുന്നത്. എത്രയാണ്? 2 മുതൽ 4 മാർക്ക് വരെ. ദെൻ ഫോട്ടോസിന്തസിസ്
ഫോട്ടോസിന്തസിസിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ചാപ്റ്റർ വളരെ സിമ്പിളാണ്, നമുക്ക് ഫാക്റ്റൊക്കെ അറിയാം. ചിലപ്പോൾ 2 മാർക്കിനേ ചോദിക്കുള്ളൂ. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് 1 മാർക്കിന് ചിലപ്പോൾ അവരെന്ത് ചെയ്യാം, ഒന്ന് നിർത്തിയേക്കാം. പക്ഷേ ചോദിച്ച് തുടങ്ങിയാൽ ഏകദേശം ഒരു 7 മാർക്ക് വരെ, അതായത് 2 മുതൽ 7 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചാപ്റ്ററാണ് ഫോട്ടോസിന്തസിസ്. അപ്പോൾ ഇമ്പോർട്ടൻസ് കണ്ടോ, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിൻ്റെ പോയിൻറ്റ്സും ഫീച്ചേഴ്സും അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ 7 മാർക്ക് വരെയും ചോദിക്കാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ 2 മാർക്കിനേ ചോദിക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ വെട്ടിലാക്കുന്ന ഒരു ചാപ്റ്ററാണ്. പക്ഷേ പ്രശ്നമില്ല, എന്താണ്, നമ്മൾ പക്ക പഠിച്ചിട്ടുണ്ട്. കാരണം ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പിക്ക് ചെയ്ത് പഠിച്ചു വെച്ചു അല്ലേ. ദെൻ വരുന്നത് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ്. അതിന് 4 മുതൽ 8 മാർക്ക് വരെ. കണ്ടോ, റെസ്പിറേഷൻ വന്നപ്പോൾ മാർക്കിൻ്റെ മിനിമം ഡിസ്ട്രിബ്യൂഷൻ തന്നെ 4ആണ്. അപ്പോൾ എന്താ പറ്റുക, റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നിങ്ങൾ എന്തെങ്കിലും സ്കിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൂടെ നോക്കേണ്ടതാണ്. 4 മുതൽ 8 മാർക്ക് വരെ ചോദിക്കാവുന്ന ഒരു വലിയൊരു ചാപ്റ്റർ, മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ്റെ കേസിൽ ഒരു വലിയൊരു ചാപ്റ്ററാണ് റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ദെൻ പ്ലാന്റ് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഏകദേശം 3 മുതൽ 5 മാർക്ക് വരെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. എത്രയാണ്? 3 മുതൽ 5 മാർക്ക് വരെ. അപ്പോൾ നമ്മളിപ്പോൾ 9 ചാപ്റ്ററിൻ്റെ കാര്യം പറഞ്ഞതിൽ ഫസ്റ്റ് വൺ ബയോളജിക്കൽ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ചാപ്റ്ററും ദെൻ റെസ്പിറേഷൻ ഇൻ പ്ലാന്റ്സ് എന്ന് പറയുന്ന ഈ 3 ചാപ്റ്ററിനും കൂടുതൽ വെയിറ്റേജ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്നും 1 മാർക്കിനോ അല്ലെങ്കിൽ നമ്മുടെ വലിയ 3 മാർക്കിൻ്റെ ക്വസ്റ്റനോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റ്യൻസ് വരാം. 2 മാർക്കിനും 3 മാർക്കിനും 1 മാർക്കിനും ഇതിൽ നിന്ന് എത്ര വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ എന്ന് പറഞ്ഞ് ബാക്കി ചാപ്റ്റേഴ്സ് നമുക്ക് കളയാൻ പറ്റുമോ? ഇല്ല. എല്ലാ ചാപ്റ്ററും വളരെ നന്നായി പഠിക്കുക. കൂടുതലധികം എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻസ് ഈ പറയുന്ന 3 ചാപ്റ്റേഴ്സിനും കൊടുക്കുക. മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ് ഇതുവരെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ നിങ്ങളെല്ലാവരും പഠിച്ച് ഫുൾ സെറ്റായിട്ടിരിക്കുകയാണ്. അപ്പോൾ ബോട്ടണിയുടെ ഒരു ചാപ്റ്റേഴ്സിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ കിട്ടി. ബയോളജിയിൽ ബോട്ടണിയുടെ സെക്ഷൻ സേഫായി. നമുക്ക് ജനറൽ ആസ്പെക്റ്റ് ഒന്നിച്ച് പറയാം. ഇപ്പോൾ തൽക്കാലം എന്ത് നോക്കാം, സുവോളജിയുടെ സെക്ഷനും കൂടെ നോക്കാം. അപ്പോൾ സുവോളജി അല്ലേ, സുവോളജിയിൽ എന്തൊക്കെയാണ്? സുവോളജിയിൽ നമ്മുടെ 30 മാർക്കിൻ്റെ പരീക്ഷ തുടങ്ങുകയാണ്. ബോട്ടണി എഴുതി നമ്മൾ 30 മാർക്ക് നേടിയതിന് ശേഷം സുവോളജിയുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുകയാണ്. അപ്പോൾ ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കണ്ടേ? അതിൽ 30 മാർക്കിന് തന്നെയാണ് 1 മാർക്കിൻ്റെ വരുന്ന, നേരത്തെ പറഞ്ഞ സെയിം 1 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ്, 2 മാർക്കിൻ്റെ 9 ക്വസ്റ്റ്യൻസ്, 3 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ്. ചാപ്റ്റേഴ്സ് ഏതൊക്കെയാണ്? ഫസ്റ്റ് ചാപ്റ്റർ ദ ലിവിങ് വേൾഡ്. അതിന് നമ്മൾ എത്രയാണ് ഡിസ്ട്രിബ്യൂഷൻ? അതിന് ഒരു കുഞ്ഞ് ചാപ്റ്ററാണല്ലേ, മേ ബി ഒരു സ്കിപ്പ് ചെയ്ത് പോകാൻ വരെ സാധ്യതയുള്ളൊരു ചാപ്റ്ററാണ്. അതിൽ അധികം പോയിൻ്റ് ഒന്നും തന്നെ നമ്മൾ പഠിച്ചിട്ടുമില്ല. ആകെയുള്ളത് ഒരു ബൈനോമിയൽ നോമൻക്ലേച്ചറും നമ്മുടെ ലിനേഴ്സിൻ്റെ കാര്യവും പിന്നെ വരുന്ന 1-2 ഫാക്റ്റ് മാത്രമാണ്. അതിനൊരു 1 മാർക്ക് മുതൽ 3 മാർക്ക് വരെ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. മാക്സിമം നിങ്ങൾക്ക് ഒരു മാർക്കൊക്കെ അല്ലെങ്കിൽ 1-2 മാർക്ക്, അതിനപ്പുറം പോകാൻ ചാൻസ് കുറവാണ്. എന്നാൽ ഒരു 3 പോയിൻ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാലോ, അതാണ് ഒരു 3 മാർക്ക് വരെ. പ്രീവിയസിൽ ചോദിച്ചിട്ടുണ്ടല്ലേ, പ്രീവിയസിൽ നമ്മൾ എഴുതിയിട്ടുമുണ്ട്. 3 മാർക്ക് വരെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്തോളുക. അത്ര അധികം കുത്തിയിരുന്ന് പഠിക്കരുത്. ലിവിങ് വേൾഡ് പഠിക്കാൻ എത്ര സമയം എടുക്കണം? ലിവിങ് വേൾഡ് എന്ന ചാപ്റ്റർ പഠിക്കാൻ, റിവൈസ് ചെയ്ത് പക്കയാക്കാൻ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ പഠിച്ചു, ക്ലാസ് കണ്ടു, പഠിച്ചു, നോട്ട്സ് എഴുതി, റിവൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു നോട്ട്സ് പഠിക്കാൻ വെറും 15 മിനിറ്റ് എടുക്കാനേ പാടുള്ളൂ. ദ ലിവിങ് വേൾഡ് അത്രയും സിമ്പിൾ ചാപ്റ്ററാണ്. ഓക്കെ അല്ലേ? ദെൻ വരുന്നത് ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആനിമൽ കിങ്ഡം എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്ലാൻ കിങ്ഡം പഠിച്ചപ്പോൾ 2 മാർക്കൊക്കെയാണ് പറഞ്ഞതല്ലേ. പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 മുതൽ 8 മാർക്ക് വരെ. എത്രയാണ്? ആനിമൽ കിങ്ഡത്തിൽ 5 മുതൽ 8 മാർക്ക് വരെ ചോദിക്കും. നമുക്കറിയാം, നമ്മൾ ആനിമൽ കിങ്ഡം പഠിക്കുന്ന സമയത്തേ പറഞ്ഞു, ഓരോ എക്സ്ക്രീറ്ററി ഓർഗൻസും അവരുടെ ബോഡിയുടെ അകത്ത് വരുന്ന സവിശേഷതകൾ, നമ്മുടെ റാസ്പിംഗ് ഓർഗൻസ്, മോളിസ്കേഡ, റാഡുല തുടങ്ങി വരുന്ന നിരവധി തവണ റിപ്പീറ്റ് ചെയ്ത് വന്ന ഒത്തിരിയും ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെ ഇനിയും റിപ്പീറ്റ് ചെയ്യാൻ ചാൻസുമുണ്ട്. ഒരു 10-15 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ഷുവർ പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അതുപോലെ ഇനിയും റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചാൽ തന്നെയും 5 മുതൽ 8 മാർക്ക് വരെ ഇതിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എല്ലാ ഫൈലവും, നമ്മുടെ 11 ഫൈലവും നമ്മൾ പക്ക പഠിച്ചിട്ടുണ്ട്. ഒന്നുപോലും ഫീച്ചർ വിട്ടു പോകരുത്. ഈ 11 ഫൈലം എന്ന് കേൾക്കുമ്പോൾ ഇത്രയും ബൾക്കൊന്നും ഇപ്പോൾ നമുക്ക് ഫീൽ ചെയ്യാറില്ല, ഉണ്ടോ? ഇല്ല. ഓരോന്നിൻ്റെ ഫീച്ചേഴ്സ്, അതിൽ വരുന്ന ഓരോ രീതിയും, മീൻസ് എന്തൊക്കെയാണ് അതിൽ പഠിക്കേണ്ട എക്സാമ്പിൾസ് ഉൾപ്പെടെ നമ്മൾ ഹൃദയസ്ഥമാക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അടുത്തത് സ്ട്രക്ചറൽ ഓർഗനൈസേഷൻ ആനിമൽസ് ആണ്. അതിനകത്തുനിന്ന് ഏകദേശം 2 മുതൽ 4 മാർക്ക് വരെ. അതിൽ നമ്മൾ ആരാ ഉള്ളത്? നമ്മുടെ
നമ്മുടെ ഫ്രോഗിൻ്റെ കാര്യമാണല്ലേ. ഫ്രോഗിൻ്റെ ആ ഒരു സെഷൻ നമ്മൾ ഇനി അതിൽ എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടോ പഠിക്കാൻ? എല്ലാം സെറ്റാണ്. നിങ്ങളുടെ കയ്യിലും നോട്ട്സും റിവിഷനും എക്സ്ട്രാ റിവിഷനും ഒക്കെ കഴിഞ്ഞിരിപ്പുണ്ടാവും. എന്നാലും ഒരു 15 മിനിറ്റ്സിൻ്റെ സെഷൻ കൂടി അതിനൂടെ കൊടുക്കുക, അത്ര ആവശ്യമുള്ളൂ. ആനിമൽ കിങ്ഡത്തിൻ്റെ ടൈം നിങ്ങൾക്ക് കുറച്ചധികം വേണ്ടി വരുമായിരിക്കും, എന്നാലും ഇതിനൊരു 15 മിനിറ്റ്സ് കൂടി വരുള്ളൂ. ദെൻ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന അടുത്ത ഒരു വലിയ ചാപ്റ്റർ വരുന്നുണ്ട്. 5 മുതൽ 8 മാർക്ക് വരെ വീണ്ടും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ബയോമോളിക്യൂൾസ്, നമ്മുടെ 4ാമത്തെ ചാപ്റ്റർ. ബയോമോളിക്യൂൾസിനകത്ത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ചെയ്ത് എല്ലാ ബയോമോളിക്യൂൾസിനെ കുറിച്ചും പഠിച്ചു. RNAയും DNA-യും പ്രോട്ടീൻസിൻ്റെയും പിന്നെ നമ്മുടെ ലിപ്പിഡിൻ്റെ ആ ഒരു സ്ട്രക്ചറിൻ്റെ കാര്യം പഠിച്ചു. ഓരോ അഡിനിൻ ബേസ് പെയർസുകളെ കുറിച്ച്, ന്യൂക്ലിയോടൈഡുകളെ കുറിച്ച്, ദെൻ അതിൽ വരുന്ന ഓരോ സെഷൻസും എസ്പെഷ്യലി ആ പ്രോസസ്സുകൾ അല്ലേ എല്ലാം പക്കയായിരിക്കണം, ഒന്നുപോലും വിട്ടുപോകരുത്. ഇച്ചിരി ഇമ്പോർട്ടൻ്റ് ആണ്. 5 മുതൽ 8 മാർക്ക് വരെയുണ്ട്. നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം. ഓക്കെ അല്ലേ? ദെൻ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് 2 മുതൽ 4 മാർക്ക് വരെ മാത്രം ഡിസ്ട്രിബ്യൂഷൻ ഉള്ള ഒരു ചാപ്റ്ററാണ്. അതിൽ മെയിനായിട്ടും എന്തൊക്കെയായിരിക്കും? നമ്മുടെ ആ ഒരു കാർബോക്സി ഹിമോഗ്ലോബിൻ ആ ഒരു കോമ്പിനേഷൻസും അവരുടെ വോളിയൂംസും പിന്നെ പാർഷ്യൽ പ്രഷറിൻ്റെ ഒരു വേരിയേഷൻസും നമ്മുടെ ഓക്സിജൻ ഡിസോസിയേഷൻ കാർബും ഇതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അതിനൊക്കെ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ ആ കാര്യങ്ങൾക്കൊക്കെ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ചാപ്റ്റർ പഠിച്ച് കംപ്ലീറ്റ് ചെയ്യുക. ദെൻ എക്സ്ക്രീറ്ററി പ്രോഡക്ട്സ് ആൻഡ് ദെയർ എലിമിനേഷൻ 2 to 5 മാർക്സ് ആണ്. അപ്പം ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഓർഗാനിസംസും അവരുടെ ഒരു മെറ്റീരിയൽസ്, വേസ്റ്റ് മെറ്റീരിയലും ദെൻ അവരുടെ എക്സ്ക്രീറ്ററി ഓർഗൻസിനും ഒക്കെ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക, പഠിക്കുക. ദെൻ ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് 8th ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 1 മുതൽ 4 മാർക്ക് വരെ ചോദിക്കാമെന്നാണ്. ലോക്കോമോഷൻ ആൻഡ് മൂവ്മെൻറ്റ് അത്ര ഒരു വലിയൊരു ചാപ്റ്റർ അല്ല, ഒരു കുഞ്ഞു ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ ഇതിനും ഒരു 15 മിനിറ്റ്സ് കൊടുത്ത് പഠിച്ചാൽ മതി. 1 മുതൽ 4 മാർക്ക് വരെ അതിൽ നിന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമുള്ളൂ. ദെൻ ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ. ന്യൂറൽ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ നമ്മൾ ലാസ്റ്റ് പഠിച്ച 2 ചാപ്റ്റേഴ്സിൻ്റെ ഒന്നാണ് അല്ലേ. 2 മുതൽ 4 മാർക്ക് വരെയാണ് അതിൽ നിന്നും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. ദെൻ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ, അതിനകത്തുനിന്ന് ഏകദേശം 3 മുതൽ 6 മാർക്ക് വരെ ചോദിക്കും. അപ്പോൾ മാർക്കിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എല്ലാവരും എഴുതിയെടുത്തോ? എങ്ങനെയാണ് പാറ്റേൺ എന്ന് മനസ്സിലായോ? അപ്പോൾ ലാസ്റ്റ് പറഞ്ഞ കെമിക്കൽ കോർഡിനേഷൻ ഇൻറ്റഗ്രേഷനിലെ 3 മുതൽ 6 മാർക്ക് വരെ എന്ന് പറഞ്ഞതിനകത്ത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മുടെ ആ ലാസ്റ്റ് പഠിച്ച ആ ഗ്ലാൻസുകൾ അല്ലേ, നമ്മുടെ എൻഡോക്രൈൻ ഗ്ലാൻസുകൾ, അവരുടെ സെക്രീഷൻസ്, പിന്നെ ഹൈപ്പോതലാമസിനെ എടുത്തു പറഞ്ഞ അവരുടെ ആ ഒരു അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആ ഒരു ഹോർമോണുകൾ, അങ്ങനെ ഓരോ എൻഡോക്രൈൻ ഗ്ലാൻഡിൻ്റെയും ഇമ്പോർട്ടൻസും ഒക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് ഓടി വരുന്നുണ്ടല്ലോ. അതെല്ലാം എന്ത് ചെയ്യുക? ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. ഓക്കെ ആണോ? അപ്പോൾ പിന്നെ അതിൽ കുറേ ഫുൾ ഫോം പഠിക്കാൻ പഠിച്ചില്ലേ അല്ലേ? നമ്മുടെ ACTH, TSH അതൊക്കെ ടൈമിൽ നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് എഴുതി പഠിക്കണം. അപ്പോൾ നമ്മുടെ എല്ലാ ഡിസ്ട്രിബ്യൂഷനുമായിട്ടുണ്ട്. അപ്പോൾ സുവോളജിയിൽ വരുന്ന സമയത്ത് നമ്മുടെ 2nd ചാപ്റ്റർ ആനിമൽ കിങ്ഡവും 4ാമത്തെ ചാപ്റ്ററായ ബയോമോളിക്യൂളും ദെൻ നമ്മുടെ കെമിക്കൽ കോർഡിനേഷൻ ആൻഡ് ഇൻറ്റഗ്രേഷനുമാണ് മുന്നിട്ട് നിൽക്കുന്നത് മാർക്കിൻ്റെ ബേസിസിൽ അല്ലേ. അപ്പോൾ ബാക്കി എല്ലാ ചാപ്റ്ററും ഒരു 15-30 മിനിറ്റ്സിൽ തീർത്തതിന് ശേഷം ഇതിന് മാത്രം സെപ്പറേറ്റ് എന്ത് ചെയ്യണം? ഒരു 1 hour സെഷൻ നിങ്ങൾ കൊടുക്കണം. അപ്പോൾ നമ്മുടെ സുവോളജിയുടെ സെഷൻസും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. മാർക്ക് 30 മാർക്കാണ്. അപ്പോൾ 30 60 മാർക്കിൻ്റെ പരീക്ഷ എന്ത് ചെയ്യുന്നു? നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് സെറ്റാക്കി എഴുതുന്നു. അപ്പോൾ പരീക്ഷ എഴുതാനായിട്ട് പോവുകയാണ്. ഫൈനലാണ്, 12th ആണ് അല്ലേ. അപ്പോൾ എഴുതുമ്പോൾ പരീക്ഷ എഴുതാനായിട്ട് നമുക്കിനി ഒരു ടൈം ഉണ്ട്. എന്നാലും നമ്മൾ എന്താ ചെയ്യുന്നത്? ഒന്ന് പക്ക സെറ്റായിട്ട് പരീക്ഷ എഴുതുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് എന്താണ് ആദ്യം എത്തേണ്ടത്? പരീക്ഷയ്ക്ക് പോകുമ്പോൾ ഫസ്റ്റ് തിങ് ബി വെരി കൂൾ. എന്താണ് ചെയ്യേണ്ടത്? ഒരു ടെൻഷനും ഇല്ലാണ്ട് വളരെ കൂളായിട്ട് പരീക്ഷയെ സമീപിക്കുക. പഠിച്ച് ഫുൾ സെറ്റായിട്ട് തന്നെ വേണം പരീക്ഷയ്ക്ക് പോകാൻ. നോട്ട്സും നിങ്ങളുടെ മെറ്റീരിയൽസും ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ട്. ആ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ പക്ക കൂളായിട്ട് പരീക്ഷ എഴുതാനുള്ള ഫലം എന്താണ്? മാക്സിമം ഓക്സിജൻ നമ്മുടെ ബ്രെയിനിലേക്ക് എത്തുന്നു അല്ലേ. അപ്പോൾ നമുക്ക് മാക്സിമം റിലാക്സ് ചെയ്ത് കൂളായിട്ട് പരീക്ഷ എഴുതാൻ സാധിക്കുന്നു. ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് മാക്സിമം ഹെൽത്തി ആയിട്ട് പരീക്ഷയെ നോക്കാം. അപ്പോൾ പരീക്ഷ എഴുതുന്ന സമയത്ത് പ്രോപ്പറായിട്ട് വൃത്തിയായിട്ട് പരീക്ഷ എഴുതാൻ പഠിക്കുക. ഹാൻഡ് റൈറ്റിംഗ് എന്ത് ചെയ്യുക? വളരെ ഭംഗിയായിട്ട് എഴുതാൻ ശീലിക്കുക. വാരി വലിച്ച് ആർക്കും വായിക്കാൻ പറ്റാത്ത രീതിക്കൊന്നും പരീക്ഷ എഴുതരുത്. നല്ല ഭംഗിയായിട്ട് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവണം. ഈ പേപ്പർ ഞാനാണ് നോക്കുന്നതെങ്കിൽ ആ ആൾക്ക് വായിക്കണ്ടേ, ആ രീതിക്ക് വേണം പരീക്ഷ എഴുതാൻ. ഓക്കെ അല്ലേ? അപ്പോൾ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഫ്ലോ ചാർട്ട്സ്, ഡയഗ്രാംസ് രണ്ടും കമ്പൽസറി ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് മാക്സിമം ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ എഴുതുന്ന സമയത്ത് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ, സയൻറ്റിഫിക് ടേമുകളിൽ പ്രത്യേകിച്ച് സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഒഴിവാക്കുക. എന്ന് വെച്ചാൽ വരാനേ പാടില്ല. സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ആരും വരുത്തി വെക്കരുത്. ഓക്കെ ആണേ. ദെൻ നമ്മുടെ നമ്പർ സിസ്റ്റം. എന്താ നമ്പർ സിസ്റ്റം? നമ്മുടെ നമ്പർ ഇടുന്നതല്ലേ പരീക്ഷയ്ക്ക് 1, 2, 3, 4 നമ്പർ ഇട്ട് എഴുതുന്ന സമയത്ത് ടെൻഷനൊക്കെ കൂടി 2, 3, 4 ക്ലബ് ചെയ്യരുത്. ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. പ്രോപ്പറായിട്ട് നമ്പർ ഇടുക. ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറിയാം, അത് ആദ്യം എഴുതി. 2ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ പിന്നെ എഴുതുന്നുള്ളൂ, അല്ലെങ്കിൽ ഒരു 14ാമത്തെ ക്വസ്റ്റ്യൻ 20ാമതാണ് ഞാൻ എഴുതാൻ പോകുന്നതിൽ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് നമ്പർ ഇട്ടോ ഒന്ന് റീചെക്ക് ചെയ്യുക.
ഓക്കെ. ദെൻ വൃത്തിയായിട്ടും അടുക്കും ചിട്ടയോടെ ഒരു പരീക്ഷ എഴുതുക, പോയിൻറ്റ്സ് എഴുതുക, മാർക്ക് നോക്കി ടൈം നോക്കി പരീക്ഷ എഴുതി തീർത്തതിന് ശേഷം മിസ്സ് വന്ന് പേപ്പർ പിടിച്ച് മേടിച്ചുകൊണ്ട് പോകുന്നതിന് മുന്നേ എന്ത് ചെയ്യണം, ഒരു 5 minutes ബിഫോർ നമ്മൾ എന്ത് ചെയ്യുക, എക്സാം വൈൻഡപ്പ് ചെയ്ത് ഒന്ന് ഓടിച്ച് നോക്കാനുള്ള ടൈം നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അതാണ് നമ്മുടെ ടൈം മാനേജ്മെൻറ്റ് അല്ലേ. അങ്ങനെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ഫുൾ എഴുതിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമായിട്ട് ഒന്ന് റിവൈസ് ചെയ്തിട്ട് എന്തെങ്കിലും പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ആ ഒരു ലാസ്റ്റ് 5 minutes നമ്മളത് പരിഹരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, പേപ്പർ കൊടുക്കാൻ. ഓർത്തോളുക, നമ്മുടെ ലൈഫിൻ്റെ മാക്സിമം പോയിൻ്റാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ഒരു ടേണിംഗ് പോയിൻ്റ് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ ലൈഫിൻ്റെ അടുത്തൊരു കരിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം അല്ലേ. ഇനി എങ്ങോട്ടാണ് ലൈഫ് പോകേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുകയാണ്. സോ എല്ലാവരും ഫുൾ പഠിച്ചിരിക്കുവാണ്. അത് മാക്സിമം റീപ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റട്ടെ. അപ്പോൾ എല്ലാവിധ ഭാവുകങ്ങളും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.